പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വിഷയങ്ങൾക്ക് നിശ്ചയമായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് പകൽക്കാലത്തെ വേദ ചിന്ത എന്ന് പറയുന്നത് അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ആമേ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴായി നാം അടിമത്വത്തിൻ്റെ മേഖലകളിൽ അകപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന്, ഈ അവസ്ഥകളിൽ നിന്ന് എനിക്കൊരു വിടുതൽ ഇല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് സർവശക്തനായ ദൈവം നമുക്കൊരു സ്വാതന്ത്ര്യം നൽകി തന്ന മാനിക്കും എന്ന് തിരുവചനത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനാധാരമായി എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ശൂഷൻ രാജധാനിയിൽ അല്ലെങ്കിൽ ശൂഷൻ പട്ടണത്തിൽ നെബൂഖദ്നേസർ വാഴ്ച നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു മൊർദെഖായിയെയും എസ്തേറിനെയും അടിമയായി കൊണ്ടുപോയ അല്ലെങ്കിൽ പരദേശവാസത്തിലേക്ക് കൊണ്ടുപോയ സാഹചര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വർഷങ്ങളോളം അടിമത്വത്തിലായിരുന്ന മൊർദെഖായിയുടെയും എസ്തേറിന്റെയും ജീവിതത്തിൽ ശൂഷൻ പട്ടണത്തിൽ അല്ലെങ്കിൽ രാജധാനിയിൽ അഹശ്വേരോശ് രാജാവ് വാഴ്ച തുടങ്ങിയ നാളുകളിൽ അടിമത്വത്തിലായിരുന്ന എസ്തേറിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നാളുകളായി അടിമത്വത്തിൽ അകപ്പെട്ടിരുന്ന എസ്തേറിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ചിന്തിച്ചു കാണാം, അടിമത്വം കൊണ്ട് ജീവിതം അവസാനിക്കുകയേ ഉള്ളൂ എന്ന് ഒരുപക്ഷെ ചിന്തിച്ചു കാണാം. പലപ്പോഴും നമ്മളും അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതത്തിലും അടിമത്വമാണ്, ശൂന്യമാണ്, പരാജയമാണ്. ഇവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഒരിക്കലും രക്ഷയുടെ മാർഗം നമുക്ക് തുറന്നു കിട്ടത്തില്ല. ആരാലും രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സർവശക്തനായ ദൈവം വചനത്തിൽ കൂടി വ്യക്തമായി വിളിച്ചു പറയുന്നു, എത്ര വർഷക്കാലം നീ അടിമത്വത്തിലായിരുന്നാലും, നീണ്ട വർഷങ്ങൾ നീ പരാജയത്തിന്റെ മേഖലകളിൽ അകപ്പെട്ട് ഒരടിമയെപ്പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും സർവശക്തനായ ദൈവം വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, അടിമത്വത്തിലായിരുന്ന നിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ സർവശക്തനായ ദൈവം നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ. അവിടെ പഠിപ്പിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അഹശ്വേരോശ് രാജാവിന്റെ വാഴ്ചയുടെ കാലഘട്ടങ്ങളിൽ ആമേൻ അകത്തളത്തിൽ ഉണ്ടായിരുന്ന വസ്തിയെ രാജ്ഞിയെ മാറ്റിയിട്ടാണെങ്കിലും അടിമത്വത്തിൽ കിടന്ന എസ്തേറിനെ അകത്തളത്തിൽ കയറ്റി സർവശക്തനായ ദൈവം മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിന്റെ ആത്മീയ ദൂത അല്ലെങ്കിൽ വ്യക്തമായി അതിന്റെ മർമ്മം വിളിച്ചു പറയുന്നത്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവവേദൽ, ദൈവം കണ്ടിരിക്കുന്ന ഒരു ദൈവവേദൽ ദിനംപ്രതി അടിമത്വത്തിന്റെ അകത്തളത്തിൽ കിടന്ന് നരഹിക്കുവാനോ ഒതുങ്ങിപ്പോകുവാനോ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അകത്തളത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയുണ്ട് എങ്കിൽ, അകത്തളത്തിൽ പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ള ഒരു കൂട്ടം ഉണ്ട് എങ്കിൽ, അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പുറത്തു കൊണ്ടുവന്ന് മാനിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. ആമേൻ. നീണ്ട വർഷങ്ങളോളം അടിമത്വത്തിൽ അകപ്പെട്ടിരുന്ന എസ്തേറിന്റെ ജീവിതത്തിൽ ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടതുപോലെ ഒരു അഹശ്വേരോശ് രാജാവ് ശൂഷൻ രാജധാനിയിലെ അധികാര പദവിയിലേക്ക് കടന്നു വരുവാനും ആമേൻ എസ്തേറിന് വേണ്ടി ഒരു വസ്തുരാജ്ഞിയുടെ സ്ഥാനം തനിക്കായി ദൈവാത്മാവ് മുന്നമേ കാണുവാനും തക്കവണ്ണം ഇടയായി തീർന്ന അനുഭവമാണ് ഇവിടെ പഠിപ്പിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ചില സാഹചര്യങ്ങളുടെ നടുവിൽ, ചില ആമേൻ അനുഭവങ്ങളുടെ നടുവിൽ യോഗ്യതയല്ലാത്തവരെ മാറ്റി യോഗ്യതയുള്ളതിനെ പുറത്തു നിർത്തുന്ന ദൈവമല്ല, യോഗ്യതയുള്ളതിനെ അകത്തു കയറ്റി മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യോഗ്യതയില്ലാത്തതിനെ അകത്തിരുത്തി വാഴിക്കുന്ന ദൈവമല്ല,
യോഗ്യതയില്ലാത്ത വസ്തുയെ തക്ക സമയമായപ്പോൾ ആമേ തന്റെ രാജസ്ഥാനം അല്ലെങ്കിൽ രാജ്ഞിസ്ഥാനം നീക്കി പുറംപറമ്പിലായിരുന്ന ഒറ്റപ്പെട്ടിരുന്ന മേഖലയിൽ നിന്ന്, അടിമത്വത്തിലായിരുന്ന മേഖലയിൽ നിന്ന്, ഒരിക്കലും വിടുതൽ ഉണ്ടാകില്ല എന്ന് ചിന്തിച്ചിരുന്ന മേഖലയിൽ നിന്ന് ഒരു എസ്തേറിനെ അകത്തളത്തിൽ കൊണ്ടുവന്ന് ദൈവം മാനിച്ചു എങ്കിൽ ഇന്ന് പകൽക്കാല ദൂത് വിളിച്ചു പറയാം, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ നാടുകളായി അടിമത്വത്തിലാണോ, പരാജയത്തിന്റെ മേഖലയിലാണോ, ഒരിക്കലും വിടുതൽ ഉണ്ടാകില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന സാഹചര്യമാണോ, ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന സാഹചര്യമാണോ, ആരും നിങ്ങൾക്ക് തുണ നിൽക്കാനില്ല എന്ന് ചിന്തിക്കുന്ന മേഖലയാണോ? എന്നാൽ സർവശക്തനായ ദൈവം വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുവാൻ ഒരു തലമുറ എഴുന്നേറ്റാൽ, പിന്നിൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ, ദൈവാത്മാവ് നിന്നെ അടിമത്വത്തിൽ നിന്ന് വിടുതൽ ആമേ നൽകി തന്ന നിയമപ്രകാരമല്ലെങ്കിലും കൊട്ടാരത്തിനകത്ത് കയറ്റി മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവം, നിയമപ്രകാരമല്ലെങ്കിലും ഉപവസിക്കുവാൻ തയ്യാറാകുന്ന, പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന എസ്തേറിന് വേണ്ടി ദൈവാത്മാവ് പ്രവർത്തിച്ചു എങ്കിൽ ഇന്ന് രാത്രികാല ദൂത് വിളിച്ച് പറയാം, പ്രാർത്ഥിക്കാൻ നീ തയ്യാറാണോ? അടിമത്വത്തിലാണ് എന്നുള്ള ചിന്താഭാരത്തോടുകൂടി വ്യാകുലപ്പെട്ടിരിക്കുകയല്ല. അടിമത്വത്തിന് നടുവിലും പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ മാനിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പരാജയത്തിന്റെ മേഖലയിൽ നിന്ന് ഉയർത്തി രാജസ്ഥാനത്തിരുത്തുവാൻ ദൈവം ഒരു അവസരം ഒരുക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ നിങ്ങളോടായി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, വർഷങ്ങളായി പരാജയത്തിന്റെ മേഖലയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി പ്രതികൂലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. പലരും മുഖത്ത് നോക്കി നിന്റെ സമയം കഴിഞ്ഞുപോയി, നിനക്കിനി ഒരു ഉയർച്ച ഉണ്ടാകില്ല, നീ അടിമത്വത്തിൽ അവസാനിക്കേ ഉള്ളൂ എന്ന് പലപ്പോഴും മുഖത്ത് നോക്കി ആമി വിധി എഴുതുമ്പോ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവവിതരെ, ഉപവസിക്കുവാൻ തയ്യാറാകുന്ന ദൈവവിതരെ, നിന്റെ ജീവിതം പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ നന്മ ചോർത്തിക്കളയാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ എന്നും അടിമത്വത്തിൽ ഒതുക്കിക്കളയാൻ ദൈവം അനുവദിക്കത്തില്ല. നിയമപ്രകാരം ആമീൻ അല്ല എങ്കിലും നിന്നെ അകത്ത് കയറ്റി മാനിക്കുവാൻ അകത്തളത്തിലുള്ള ഒരു ആമീൻ വസ്തുയെ മാറ്റിയിട്ടാണെങ്കിലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. അതിന് കാരണമെന്ന് പറയുന്നത് എസ്തേറിന് വേണ്ടി പിന്നിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരു മൊർദെഖായി അവർ എഴുന്നേൽക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ആമീൻ മൊർദെഖായിയുടെ കൂടെ നിന്ന് പ്രതികൂലം അനുഭവിച്ച അകത്തളത്തിൽ കയറിയ എസ്തേറും ചേർന്ന് നിന്ന് ഉപവസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവാത്മാവ് അവർക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ചിന്തിച്ചിട്ടില്ല ഒരു രാജകീയ മേഖലകളിൽ എത്തിച്ചേരുമെന്നും ആമീൻ ശൂഷൻ രാജധാനിക്ക് അകത്തളത്തിൽ വസ്തിയുടെ സ്ഥാനത്ത് തനിക്കൊരു അവസരം ലഭിക്കുമെന്നും തന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ച സാഹചര്യമല്ല. എന്നാൽ ദൈവം മുന്നമേ കണ്ട എസ്തേറിന്റെ ജീവിതത്തിൽ, മൊർദെഖായിയുടെ ജീവിതത്തിൽ ദൈവാത്മാവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. ആമീൻ. അങ്ങനെയെങ്കിൽ ഇത് അവ രാത്രികാല ദൂത് വിളിച്ചു പറയാം, ദൈവം കണ്ടിരിക്കുന്ന ദൈവവിതരെ, പ്രാർത്ഥിക്കുന്ന ദൈവവിതരെ, ഉപവസിക്കുന്ന ദൈവവിതരെ പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കണ്ണുനീരൊഴുക്കുന്നവരെ കാണുന്ന ദൈവത്തിന്റെ ആത്മാവ്, ഉപവസിക്കുന്നവന്റെ ഹൃദയത്തെ അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ്, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയെ കേൾക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. യെശയ്യാ പ്രവാചകൻ ദിവസം വിളിച്ചു പറയുന്നത് പോലെ, കേൾപ്പാൻ കഴിയാതവനവന് ചെവി മന്ദമായിട്ടില്ല, കാണാൻ കഴിയാതവനവന്റെ കണ്ണ് കുരുടായി പോയിട്ടില്ല, രക്ഷിപ്പാൻ കഴിയാതവനവന്റെ കരം കുറുകിയും പോയിട്ടില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങൾ കൊണ്ട്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ആമീൻ ദൈവിക ഭയമില്ലായ്മ കൊണ്ട്, പലപ്പോഴും അടിമത്വത്തിന്റെ മേഖലകളിൽ നാം അകപ്പെട്ടു പോകുമ്പോൾ ഇന്ന് പകൽക്കാല ദൂത് വിളിച്ചു പറയാം, ആമീൻ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് പോലെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രതികൂലത്തിന്റെ നടുവിൽ വ്യാകുലപ്പെട്ടു പോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും നീ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ പരാജയങ്ങളെ മാറ്റി ആമേൻ നീ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്നെ ഉയർത്തി
ആമേൻ, നിന്ദിച്ചവരുടെ മുന്നിൽ, പരാതികൾ പരിഭവങ്ങൾ പറഞ്ഞവരുടെ മുന്നിൽ മെത്തരമായ അനുഭവത്തിൽ നിന്ന് മാനിക്കുന്ന ഒരു സർവശക്തനാണ് നാം സേവിക്കുന്ന ദൈവം എന്നുള്ളത് മറന്നുപോകാതെ ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.